വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്നത്തെ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേറ്റ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേ പുഡിങ്ങിന് ഓർഡർ ഉണ്ട്. ആ ഒരു ട്രേ പുഡിങ് 2 ഫ്ലേവറിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബട്ടർ പുഡിങ്ങും അറേബ്യൻ പുഡിങ്ങിനും ആയിരുന്നു കേട്ടോ. അത് കസ്റ്റമർ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ്. പുഡിങ് സെയിൽ ചെയ്യുന്ന സമയത്ത് അധികം ട്രേയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ കസ്റ്റമർ നമ്മളടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കണ്ടെയ്നറിൽ പുഡിങ് 2 രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. ഷോപ്പുകളിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തെടുക്കുക. അതല്ല ഒരു ട്രേ പുഡിങ് ഇങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ അറേബ്യൻ പുഡിങ്ങാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിലാണ് ചെയ്തെടുക്കുന്നത്. അത് സെറ്റ് ചെയ്യാനുള്ള കണ്ടെയ്നറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറേബ്യൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കസ്റ്റാർഡ് പൗഡർ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്ന് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിന് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എന്നുള്ള കണക്കിനാണ് കേട്ടോ എടുക്കാറുള്ളത്, 400 ഗ്രാമിൻ്റെ. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തുകൊണ്ട് തന്നെ 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് മതി കേട്ടോ, 200 ഗ്രാം. പക്ഷേ ഇത് 200 ഗ്രാം മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ മിൽക്ക് മെയ്ഡിൻ്റെ ബാക്കി നമുക്ക് അവസാനം ഫ്രഷ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ബാക്കി പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അത് നമ്മൾ അവസാനം മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ്ങും സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലോപ്പായിട്ട് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പാല് അത്യാവശ്യം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. എപ്പോഴും പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഇപ്പോൾ പാല് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഒക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കസ്റ്റാർഡ് പൗഡർ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഷുഗർ ഉണ്ടായിരുന്നില്ലേ, ബാക്കി ഉണ്ടായിരുന്നത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ. ഇതൊന്ന് തണുക്കും തോറും വീണ്ടും കുറുകി വരും. നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു കസ്റ്റാർഡ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയറും കൂടി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സാണ് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു ഫ്രഷ് ക്രീമിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിൻ്റെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഫ്രഷ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിംഗ് ആണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് ക്രീം ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നിങ്ങളിതിലേക്ക് വെച്ച് കൊടുക്കുന്ന ബ്രെഡ് അതേ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേ കണ്ടെയ്നറിൻ്റെ ലിഡ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിത് കൈ വെച്ചിട്ട് തന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കസ്റ്റാർഡ് ക്രീം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ട്രേയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ആദ്യം കുറച്ച് കസ്റ്റാർഡ് ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം ഈ ബ്രെഡ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം മിൽക്ക് മെയ്ഡും കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഓരോന്നായിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൽ മുഴുവനായിട്ട് നിറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒരു ട്രേ പുഡിങ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഓരോരുത്തർക്ക് കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ കസ്റ്റാർഡ് ക്രീം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണം വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു ട്രേ പുഡിങ് നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ അത് ഒരുപാട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരാൾക്ക് കഴിക്കാൻ കണക്കാക്കിയിട്ടാണ് നമ്മൾ ശരിക്കും ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പുഡിങ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഓരോന്നായിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ അത്യാവശ്യം നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു അറേബ്യൻ പുഡിങ്ങിന് ഞാൻ വാങ്ങുന്ന റേറ്റ് ഒരു ട്രേക്ക് 850 രൂപയാണ്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഓരോന്നൊക്കെ ആയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടെയ്നറിന് 35 മുതൽ 40 രൂപ വരെ നമുക്ക് വാങ്ങാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓരോ പുഡിങ്ങിനും റേറ്റ് വാങ്ങുന്നത് ഓരോ രീതിയിലാണ് കേട്ടോ. എല്ലാത്തിനും ഒരേ റേറ്റ് അല്ല, ഓരോ പുഡിങ്ങിനും ഓരോ റേറ്റാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടെയ്നറിൽ കൊടുക്കുന്നതിനും റേറ്റ് ഇടുന്നത് കേട്ടോ. ഒരുപാട് പേര് പുഡിങ്ങിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. പുഡിങ്ങിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാനിതിൻ്റെ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഒരു ബേക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ലോഗോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ 2 സൈസിലുള്ള സ്റ്റിക്കറാണ് കേട്ടോ അടിച്ച് വാങ്ങിയിട്ടുള്ളത്. 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ളതും 2 ഇഞ്ച് വലുപ്പത്തിലുള്ളതും. ഇതിൽ കാണിച്ചിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചിൻ്റെ ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ അടിച്ച് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഫുഡൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ FSSAI രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു ട്രേ പുഡിങ് ഞാൻ പറഞ്ഞില്ലേ 2 ഫ്ലേവറിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്ന സമയത്ത് 20 കണ്ടെയ്നറിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓരോരുത്തർക്ക് കഴിക്കാനുള്ള ആ ഒരു രീതിയിൽ ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിത് പുറത്തേക്ക് ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഓരോന്നോ രണ്ടെണ്ണോ ഒക്കെ ആയിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത്രയും കിട്ടില്ല കേട്ടോ. കണ്ടെയ്നറിൽ ഫുള്ളായിട്ടാണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 15-16 കണ്ടെയ്നറൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് എത്ര ദിവസം കേടാവാതെ ഇരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും പുഡിങ് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുന്നത്. പുഡിങ് 4 മുതൽ 5 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കവർ ചെയ്ത് തന്നെ നമ്മൾ വെക്കുക. ട്രേയിലാണെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. അല്ല ഈ ഒരു കണ്ടെയ്നറിലാണെങ്കിൽ ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് 5 ദിവസം വരെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന മിൽക്ക് മെയ്ഡ് എത്രയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഒരു ട്രേ പുഡിങ്ങിലേക്ക് 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 400 ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു 400 ഗ്രാമിൻ്റെ ടിന്നിൻ്റെ പകുതിയാണ് എടുക്കുകയുള്ളൂ, 200 ഗ്രാം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് 1/2 ലിറ്റർ പാലിന് ആ ഒരു കണക്കിലാണ് കേട്ടോ എടുക്കാറുള്ളത്. ഈ ഒരു ബട്ടർ പുഡിങ്ങിന് മാത്രം 5 ഗ്രാമാണ് എടുക്കാറുള്ളത് കേട്ടോ, ഒരു പാക്കറ്റ് പാൽ, അതായത് 500 ലിറ്ററിൻ്റെ പാലിന്. ഇനി ഇതുപോലെ കണ്ടെയ്നറിൽ നമ്മൾ പുഡിങ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടി നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.